South Africa, സൗത്ത് ആഫ്രിക്കയിൽ there was once a belief that apartheid was very, very powerful. അവിടെയുള്ള വംശീയമായിട്ടുള്ള ചിന്തകളും അങ്ങനെയുള്ളതായുള്ള പല രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. Just the belief that people are senior and important to others based on the color of their skin. അവരുടെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനത്തോടുകൂടെ കണ്ടിരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം. It lasted only 40 years. അത് കുറെ നാളുകളൊക്കെ നിലനിന്നു. At the end, എന്നാൽ അതിന്റെ അവസാനത്തിൽ truth won. സത്യം ജയിക്കുക തന്നെ ചെയ്തു. Today we are one people. ഞങ്ങൾ ഇന്ന് വിജയികളായി നിലനിൽക്കുന്നവരാണ്. We are living together. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ജീവിക്കുന്നു. Peacefully. നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നു. Because God എന്തുകൊണ്ടെന്നാൽ ദൈവം ensures that truth of the alternative community prevails. വ്യത്യസ്തമായുള്ള ഈ സമൂഹത്തിൽ സത്യം ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള സത്യം യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. So truth will one day win even in your suffering. സത്യം എന്ന് പറയുന്നത് ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും. The meek are those who are enduring unearned suffering. ഈ സൗമ്യതയുള്ളവര് അവരുടെ ജീവിതകാലത്തൊക്കെയും പലപ്പോഴും പല രീതിയിലുള്ളതായുള്ള പീഡനങ്ങളൊക്കെയും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. Martin Luther King called this and argued that unearned suffering is redemptive. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നത് എന്താണെന്ന് അറിയാവോ? അകാരണമായി നിങ്ങൾക്കുണ്ടാകുന്നതായുള്ള കഷ്ടത എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ ഒരു അനുഭവമായി നിങ്ങൾ കാണണമെന്നുള്ളതാണ്. As evangelists and preachers and witnesses of the Matoma Church in your communities and villages, നമ്മുടെ മാർത്തോമാ സഭയിലുള്ള സുവിശേഷകര് അവര് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ദൈവിക പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്ന ആൾക്കാരൊക്കെയും you are reminded to remain humble നിങ്ങൾ before God. വിനയാന്യതരായിട്ട് നിൽക്കണം എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. Never ever encourage reaction that undermines peace. നിങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ഇടപെടരുത്. നിങ്ങൾ വിപ്ലവാത്മകമായ ഒരു മാർഗവും അവിടെ സ്വീകരിക്കരുത്. Because people of this alternative community believe in peace and are an example of peace. എന്തുകൊണ്ടെന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിൽ വസിക്കുന്നവർക്ക് അവരുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥയത്രേ. The other one says, blessed are the merciful, because they shall be rewarded with mercy. തുടർന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും. In a context like we live in today's world, where people one way or another, they feel persecuted, oppressed, deprived, and face all sorts of brutalities. നമ്മൾ വസിക്കുന്ന ഈ സമൂഹത്തിൽ ആളുകൾ തമ്മിൽ പരസ്പരം കലഹം കൂടുന്നവരും ശണ്ട കൂടുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Then there is the temptation to want to stand up and respond to that persecution. അങ്ങനെയുള്ളതായുള്ള പീഡനങ്ങളോട് പ്രതികരിക്കാനായിട്ടുള്ള വലിയൊരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. The Jews themselves were divided during that time of Jesus. യേശുക്രിസ്തുവിന്റെ കാലത്തെ യഹൂദന്മാർ തന്നെ പല വിഭാഗമായിട്ട് വിഭാഗിക്കപ്പെട്ടിരുന്നു. That's why you had the Pharisees, who were the zealots, the people who were fighting for the freedom of the Jews. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പരീശന്മാര് ഒരു വിഭാഗമായിട്ട് നിലനിന്നു. You had the Sadducees, who were the elites, who knew the law. നിയമങ്ങളൊക്കെ അറിയാവുന്നവരും ഉന്നത നിലയിൽപ്പെട്ടവരുമായുള്ള സാധുക്യെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. And you had other power structures in the community. പല രീതിയിലുള്ള ആ സമൂഹത്തിൽ പല രീതിയിലുള്ള അവസ്ഥയിലുള്ളതായുള്ള ആൾക്കാർ പല രീതിയിൽ അധികാരം കയ്യിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. In fact, the disciples who followed Jesus, some of them had a political agenda, not a religious agenda. അവരുടെ മധ്യത്തിൽ നിന്ന് വന്ന ശിഷ്യന്മാരാണല്ലോ. അവർക്ക് ഒരു പക്ഷം വരിയിൽ ചില ആളുകൾക്കെങ്കിലും ഇതുപോലെയുള്ള രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങൾ അവരുടെ വരവിലുണ്ടായിരുന്നിരിക്കാം. You remember them asking Jesus, are you going to bring back the power of the Jewish or the freedom of Israel? ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണോ കർത്താവേ നീ വന്നിരിക്കുന്നതെന്ന് ശിഷ്യന്മാരിൽ ചിലർ കർത്താവിനോട് ചോദിച്ച ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. He says, no, my kingdom is not that kingdom. എന്നാൽ എൻ്റെ രാജ്യം ലൗകികമല്ല എന്നത്രേ കർത്താവ് പറയുന്നത്. The kingdom that I am talking about, it's a kingdom of love.
ഞാൻ ഇവിടെ സംസാരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രാജ്യമാണ്. It's a community built on peace. സമാധാനത്താൽ അടിസ്ഥാനപ്പെട്ട ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. A community built on justice. നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. A community where everybody matters. എല്ലാവർക്കും അവരവരുടേതായ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ That's പറയുന്നത്. the kind of community that I'm quoting. A community that is merciful. ഒരു ദയാലുവായുള്ള കരുണ കാണിക്കുന്ന അനുഭവമുള്ളതായുള്ള ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. The people who are going to exercise mercy to one another so that people live by mercy and peace in the world. ലോകത്തിൽ കരുണ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയിലൂടെയുള്ള ഇടപാടുകളിലൂടെ ലോകത്തിന് വലിയ ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു അനുഭവമാണ് ഈ സമൂഹത്തിലൂടെ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. And the other principle that is given to us, നമുക്ക് നൽകിയിരിക്കുന്ന മറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിയമം എന്താണെന്ന് ചോദിച്ചാൽ, blessed are those who are pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. It is very difficult to imagine the pure. ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുവാനായിട്ട് അല്പ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. I don't know about you, but I know about myself. നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. I've lived the life of a Christian all my life. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത്. And I've tried to strive towards being pure. ഞാൻ ഒരു വിശുദ്ധനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവനാണ്. I work day in, day out to try and be pure. അങ്ങനെ വിശുദ്ധനായി തീരുവാൻ തക്കവണ്ണം രാവും പകലും ഒക്കെ ഞാൻ ഒരുപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. I may not even express the impurity in me, but the thoughts that go on in me are not all pure. ഞാൻ പുറമെ ഇങ്ങനെ എൻ്റെ അശുദ്ധിയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന പല ചിന്തകളും വിശുദ്ധമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. But one of the requirements of the alternative community, എന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, is that people should strive for purity. വിശുദ്ധിക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ളതാണ്. They have to attempt for purity. ആ വിശുദ്ധിക്ക് വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, വാഞ്ചിച്ചുകൊണ്ടിരിക്കണം, അധ്വാനിക്കണം. In this same world that is impure, ഈ അവിശുദ്ധമായ ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. a community of believers is expected to be exemplary of those who are pure. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്ന സഭ എന്ന് പറയുന്നത് ലോകത്തിന് വലിയ ഒരു മാതൃകയായിരിക്കാൻ ബാധ്യതയുള്ള ഒരു സമൂഹമാണ്. So who is pure? ആരാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്? Can we point at any human being who is pure in heart? ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചു തരാമോ? Certainly I am not one of those. ഏതായാലും ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെന്ന് എനിക്കറിയാം. My mind wanders around all over the place. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. Sometimes I even say things I'm not supposed to say. ഞാൻ പറയരുതാത്ത കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. Sometimes I emphasize things that are going to hurt one other people. ഞാൻ മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്നതായുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ട്. The point Matthew is making is that എന്തുവാ മത്തായി സുവിശേഷത്തിൽ പറയുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, blessed are those who long for purity. ഹൃദയശുദ്ധിക്ക് വേണ്ടി വാഞ്ചിക്കുന്നവൻ ആരാണോ അവൻ വിശുദ്ധിയിലേക്ക് പോകുന്നു എന്നത്രേ. In his mind as a Jew, purity was received through the religious rituals. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദേവാലയത്തിലെ ചില ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. That you underwent in the temple. ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് നടക്കുന്നത്. For us, purity comes as we seek to participate in God's agenda. ദൈവത്തിൻ്റെതായുള്ള പദ്ധതിയുടെ ഭാഗമായി തീരുമ്പോഴാണ് നമ്മളിൽ വിശുദ്ധി വരുന്നത്. Living His will and worshiping with others to be closer to Him. ദൈവഹിതപ്രകാരം ജീവിക്കുകയും മറ്റുള്ളവരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. It is all about an attempt to be closer
to God. ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്രത്യേക വാഞ്ച നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ശ്രമം നടക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. It is about taking the disciplines of the church seriously. സഭയുടേതായുള്ള ക്രമങ്ങളെ ഒക്കെയും നമ്മൾ ക്രമമായിട്ട് അനുഷ്ഠിക്കുന്നതായുള്ള അവസരത്തിൽ അതും വിശുദ്ധിയുടെ ഒരു ഭാഗമാണ്. It is about prayer, feeding from His word, attending worship, dealing with dirty thoughts and other things that might be making us not to be merciful. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും വചനധ്യാനം നടത്തുന്നതും വചന കേൾവിയും എല്ലാം തന്നെ നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. Longing for God grows us in our attempt to be pure and spiritual. ദൈവത്തിന് വേണ്ടിയുള്ള വാഞ്ച എന്ന് പറയുന്നത് തന്നെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാകുന്നു. But how do we become and how do we live as a pure community in a world that is sinful? ഇങ്ങനെ പാപഭംഗിലമായ ഒരു ലോകത്തിൽ എങ്ങനെ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാനോ വിശുദ്ധിയുടെ ഭാഗമായി ഒരു സമൂഹം നയിപ്പാനോ നമുക്ക് സാധിക്കും? One monk was longing to be holy, and so he asked God, how can I be holy? ഒരു സന്യാസി ഒരു ദിവസം വിശുദ്ധനാകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് ഞാൻ എങ്ങനെയാണ് വിശുദ്ധനാകേണ്ടത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. God responded to him by saying, go out to the outskirts of the city. ഈ നഗരത്തിന് പരിധി വെളിയിൽ നിങ്ങൾ ചെല്ലുന്ന അവസരത്തിൽ അവിടോട്ട് ചെല്ലുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. The one man you are going to meet at the outset of the city, ask him this ഈ question. നഗരത്തിന്റെ പരിധിക്ക് വെളിയിൽ നീ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണും, അവനോട് നീ ഈ ചോദ്യം ചോദിക്കണം. And indeed he went out of the city. അവന് ഈ നഗരത്തിന് വെളിയിലേക്ക് പോയി. And he met this man who was busy doing his work. അവിടെ ആ പ്രത്യേക ആ മനുഷ്യനെ ഇദ്ദേഹം ആ നഗരത്തിന് വെളിയിൽ കണ്ടുമുട്ടി. He says, I am searching for an answer of how I can be holy. അദ്ദേഹത്തോട് ഇയാൾ പറഞ്ഞു, ഞാൻ ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യമെന്ന് പറയുന്നത് എങ്ങനെ വിശുദ്ധനായി തീരുവാൻ സാധിക്കും, And pure. എങ്ങനെ വിശുദ്ധനാകാം. And the monk answered him. This man answered him. ഈ മനുഷ്യനെ ഇദ്ദേഹത്തോടെ തിരിച്ചു പറഞ്ഞു, Says, man, I am very busy man. ഞാൻ സാധാരണ വളരെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ബദ്ധപ്പാടുള്ള ഒരു മനുഷ്യനാണ്. I have no time to be sitting around doing nothing, trying to understand how to be pure. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും എനിക്ക് വേണ്ട രീതിയിൽ സമയം കിട്ടാറില്ല. I have bills to pay and children to raise, so I have to work. എനിക്ക് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം, എൻ്റെ കുടുംബത്തെ പുലർത്തണം. അതിനുവേണ്ടിയൊക്കെ ഞാൻ അധ്യധ്വാനം ചെയ്യുന്നതായുള്ള ഒരു വ്യക്തിയാണ്. But there are three things that I do. എന്നാൽ സാധാരണയായിട്ട് ഞാൻ 3 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. When I wake up in the morning, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ I shout, ഞാൻ ഉറക്കെ വിളിച്ചു പറയാറുണ്ട്, praise the Lord for ദൈവമേ, life. ദൈവമേ ജീവിതത്തിനായിട്ട് നിനക്ക് സ്തോത്രം എന്ന് പറയാറുണ്ട്. And then I go to work. ഞാൻ ജോലിക്ക് പിന്നീട് പോകുമ്പോൾ I work and get busy. ഞാൻ ജോലിയിലൊക്കെ വ്യാപൃതനായിരിക്കും. And then as I do my work, ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് I say to you, O Lord, be glory. ഞാൻ ദൈവത്തിന് എനിക്ക് തന്നതായുള്ള ഈ അവസരങ്ങൾക്കൊക്കെ മഹത്വം കൊടുക്കും. And then I come back home. ഞാൻ തിരികെ വീട്ടിൽ വരും. When I am about to sleep, ഞാൻ ഉറങ്ങുന്നതിന് മുൻപായിട്ട് I then say to your hands, O Lord, I lay my soul. ദൈവത്തോട് ഞാൻ പറയും, ദൈവമേ നിന്റെ കയ്യിലേക്ക് എന്നെ തന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. He says these simple prayers ഈ 3 ലഘുവായിട്ടുള്ള പ്രാർത്ഥന reminds me the whole day. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. That I do not live for myself. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയല്ല, I live for God. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. I am not, yes, I may be on this earth. ഞാൻ ഈ ലോകത്തിൽ എന്നുവരെ ജീവിക്കും എന്നുള്ളത് അറിയത്തില്ല. But I am not for this earth. ഞാൻ ഈ ലോകത്തിന് വേണ്ടിയുള്ള ആളല്ല. I belong to a different community. ഞാൻ വ്യത്യസ്തമായ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. So my whole day and my whole life എൻ്റെ ദിവസം മുഴുവനും എൻ്റെ ജീവിതം മുഴുവനും is given to the one who is my God. എൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ സമയം മുഴുവനും ഞാൻ So കൊടുത്തിരിക്കുകയാണ്. indeed when I wake up
I say, praise the Lord അതുകൊണ്ട് for എല്ലാ life. ദിവസവും ഞാൻ എണീക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ നിനക്ക് സ്തോത്രം ഈ ജീവിതത്തിന് വേണ്ടി. As I drive my car at work, as I teach children, as I do my work as a manager, I then say, glory be to God, I dedicate this work to you, O Lord. എൻ്റെ ജോലിയിലൊക്കെ വ്യാപൃതനായി കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ നിനക്ക് മഹത്വം, ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ കൂടെയൊക്കെയും നിനക്ക് ഞാൻ മഹത്വം കരയറ്റുന്നു. And when I go home to sleep, tired, with fatigue, exhausted, looking forward to a peaceful sleep, ഞാൻ ക്ഷീണിതനായിട്ട് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായി ഉറങ്ങുവാൻ പോകുമ്പോൾ I turn to God. ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറയും, To your hands, O Lord, ദൈവമേ നിന്റെ കയ്യിലേക്ക് I lay my soul. ഞാൻ എൻ്റെ ആത്മാവിനെ ബലമേൽപ്പിക്കുന്നു. Can we teach the world as the evangelist of this great church? സുവിശേഷകരെ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ലോകത്തെ ഒന്ന് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? Can you imagine if every person we meet can just remember that every morning when they wake up, they must praise God for life? എല്ലാ ദിവസവും ഉണരുന്ന അവസരത്തിൽ ദൈവമേ എൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം ആളുകളെ നിങ്ങൾക്ക് ബോധവൽക്കരിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ട് സാധിക്കുമോ? As they work, doing their job, they can say, this is not just a job I'm doing to earn a living at the end of the month, but I do it to the glory of God. നിങ്ങളുടെ ജോലി കാര്യങ്ങൾ നിങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ എൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം പറയാതെ കണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു, ദൈവത്തെ എൻ്റെ ജോലിയിലൂടെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? So that every job that we do, we see it as our role to serve God. ഇത് എല്ലാം നമ്മുടെ ഏത് ജോലിയായിരുന്നാലും ഏത് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരുന്നാലും ഇത് ദൈവത്തിൻ്റെതായുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ അതിനെ കാണണം. The last point, അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, blessed are the peacemakers, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, for they shall be called the children of God. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. Our world is messed up by war. നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് പല രീതിയിലുള്ള യുദ്ധങ്ങളും കലഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഒരു ലോകമാണ്. As a people living in this age, we have done amazing discoveries. നമ്മൾ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. Who would have thought that people will put a man in the moon, an astronaut? നമുക്ക് സൂര്യനിൽ ചന്ദ്രനിൽ ആളുകളെ അയപ്പാൻ തക്കവണ്ണമുള്ള സയൻറ്റിഫിക്കായിട്ട് സയൻസ് പരമായിട്ട് വലിയ വളർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. Who would have thought that human beings will invent an aeroplane so that I can travel within 10 hours to Africa and even come back? എയറോപ്ലെയിനൊക്കെ കണ്ടുപിടിച്ച് ലോകത്തിൻ്റെ പല സ്ഥലത്തേക്കും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പണ്ടൊക്കെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? You look at Dubai, you wonder who would have thought that people would build such beautiful buildings and cities on desert and in waters. മണലാരണ്യത്തിൽ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് ആ മണലാരണ്യത്തെയൊക്കെയും മനോഹരമാക്കി തീർക്കുവാനൊക്കെ സാധിക്കുമെന്ന് മുൻപ് സ്വപ്നം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? We seem to have control of this earth in our hands. നമ്മുടെ കയ്യിൽ പലതിൻ്റെയും നിയന്ത്രണമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നൂടെ നമുക്ക് ഒരു പരിധി വരെ ബോധ്യപ്പെടും. But bishops say we fail to create peace. എന്നാൽ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് വരികിലും സമാധാനം നിർമ്മിക്കുന്നതിൽ, സമാധാനം ഉണ്ടാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതൊരു നഗ്ന സത്യം മാത്രമാണ്. Everywhere you turn, there is war. നമ്മൾ എവിടൊക്കെ നോക്കിയാലും അവിടെ കലഹവും യുദ്ധങ്ങളും ഒക്കെ ഉള്ളൂ. People are killing one another. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുന്ന അനുഭവം. It looks simple to me to have peace. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ മധ്യേ നമുക്ക് സമാധാനം കാക്ഷിപ്പാൻ സാധിക്കുന്നത്? If we can do all these things that we've done as a result of science, നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനും കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുമെന്ന് വരികിൽ I think it should be easy to love my brother than to build an AK-47 to kill him.
ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ സഹോദരനെ കൊല്ലുവാനായിട്ടുള്ള ഒരു തോക്ക് കണ്ടുപിടിക്കുന്നതിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. This world that we live in has become a danger zone for all people. ഈ ലോകം എന്ന് പറയുന്നത് വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ലോകമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. But this evangelization association is called to be messengers of peace. ഈ സമാധാനത്തിൻ്റെ വാഹകരായിരിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ സുവിശേഷകരെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. This world longs for you to come as a messenger of peace in your own local community. നിങ്ങൾ സമാധാനത്തിൻ്റെ വാഹകരായിട്ട് ഞങ്ങളുടെ മധ്യയിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരൊക്കെയും നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. Now, peace is not just the absence of war. ഈ സമാധാനം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത ഒരവസ്ഥയ്ക്ക് മാത്രമല്ല. It's much more complex than that. അതിനേക്കാൾ കൂടുതൽ ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. But in the Jewish community, it means shalom. That means life in its fullness. യഹൂദന്മാരാണെന്ന് വരികിൽ സമാധാനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഷാലോം എന്നുള്ള വാക്കാണ്. അത് ജീവിതത്തിൻ്റെ ഒരു സമ്പൂർണ്ണതയെ അർത്ഥമാക്കുന്ന വാക്കാണ്. It refers to wholeness. When a person is greeted and say shalom, peace to you. നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അവൻ്റെ വ്യക്തിത്വത്തിൽ സമ്പൂർണ്ണമായി അനുഭവിക്കേണ്ട ഒരു സമാധാനത്തെക്കുറിച്ചാണ് ആ വാക്കുകളിലൂടെ വിവക്ഷിക്കുന്നത്. I close with a short story. ഒരു ചെറിയ കഥയോടുകൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കാം. A story in a village or in a town, they once called a competition. ഒരു വലിയ മത്സരം നടത്തുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഒരു സ്ഥലത്ത് ഉണ്ടായി. They wanted to build peace and promote peace in that community because there was no peace. ആ സമൂഹത്തിൽ സമാധാനം വളർത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകത ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രത്യേക മത്സരം അവിടെ സംഘടിപ്പിച്ചത്. And then they called all the artists of who are drawing in that community to come forward. ആ സമൂഹത്തിലുള്ള കലാകാരന്മാരെ എല്ലാം ഒരുമിച്ച് അവിടെ വിളിച്ചു വരുത്തി. To draw a photo that is going to depict peace in that community. സമാധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പടങ്ങൾ വരയ്ക്കാം. എന്നാൽ നിങ്ങൾ വരയ്ക്കുന്ന പടങ്ങളൊക്കെയും നമ്മുടെ സമൂഹത്തിൽ സമാധാനം കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു. People entered the competition. എല്ലാ ഈ കലാകാരന്മാരും ഒരുമിച്ച് വന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തു. The judges selected out of all the big numbers that they were there. ധാരാളം പേര് ഇതിൽ പങ്കെടുത്തെന്ന് വരികിലും അതിൽ പ്രധാനപ്പെട്ട ചില പടങ്ങളൊക്കെയും സെലക്ട് ചെയ്യപ്പെട്ടു. They had 3 best artwork that had been put together. ഉള്ളതിൽ നല്ലത് എന്ന് തോന്നിയതായിട്ടുള്ള 3 പടങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചു. This one was of a steam engine. അതിൽ ഒരു പടം എന്ന് പറയുന്നത് ഒരു ആവി എഞ്ചിന്റെ പടമാണ്. That was not even moving, but was just calm where it was. ഈ ആവി എഞ്ചിൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതല്ല, നിശ്ചലമായിട്ട് ഒരിടത്ത് കിടക്കുന്നതാണ് ഒരു എഞ്ചിനാണ്. It was not troubling the environment. ഇത് പ്രകൃതിക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നില്ല. It was not placing people in any danger. ഒരു രീതിയിലുള്ളതായുള്ള കുഴപ്പങ്ങളും ആളുകളിൽ ഉണ്ടാക്കുന്നില്ല. It was just standing still. ഇത് ഒരിടത്ത് നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു യന്ത്രമാണ്. And the artist said it depicts peace. ഈ നിശ്ചലമായിട്ട് കിടക്കുന്നതായുള്ള ഈ യന്ത്രത്തിന് സമാധാനം എന്നുള്ള തലക്കെട്ട് ഈ കലാകാരൻ കൊടുത്തു. This one did not win, but it was the 3rd one. ഇത് 3ാം സ്ഥാനം മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ ഈ പടത്തിന്. The second one was a child ഈ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ പടമാണ്. who was carried by his mother on her shoulder. അമ്മയുടെ തോളത്ത് നിശ്ചലമായി കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ പടം. The child was sleeping on the mother's shoulder very calmly and peacefully as the mother was walking with the child. അമ്മയുടെ തോളത്ത് കിടന്ന് സ്വച്ഛമായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ ഒരു പടം. ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ സമാധാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ചിത്രകാരൻ ആ പടം വരച്ചത്. It sought to depict peace.
and calmness in the hands of the mother. ആ അമ്മയുടെ ദേഹത്തേക്ക് കരങ്ങൾ ചുറ്റിപ്പിടിച്ച് ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. ആ അമ്മയിൽ സമാധാനം കണ്ടെത്തുന്ന കുഞ്ഞ്. Then there was this was the second one and didn't win. ഈ പടത്തിന് രണ്ടാം സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ. Then there was the last one. അവസാനത്തെ ആ പടം എന്ന് പറയുന്നത് It was a photo of a boat in a sea. ഒരു വലിയ വഞ്ചി, കടലിൽ കൂടെ ഒഴുകിക്കൊണ്ട് നടക്കുന്ന വലിയൊരു വഞ്ചിയുടെ പടമാണ്. That had been ravished by the storms and the waves. ആ വഞ്ചിയാണെന്ന് വരികില് ഓളങ്ങളാൽ തിരകളാൽ കിടന്ന് ഉലയുന്നതായിട്ടുള്ള ഒരു വഞ്ചിയാണ്. It had been ravished into pieces. ആ വഞ്ചി എന്ന് പറയുന്ന തിരകളാൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് തകർന്നു പോകത്തക്ക ഒരു അവസ്ഥയിൽ തന്നെ എത്തിച്ചേർന്ന ഒരു വഞ്ചിയുടെ പടം. In one of those pieces of the boat that was floating on the sea, ആ വഞ്ചിയുടെ ഇങ്ങനെ ഒഴുകി ചഞ്ചലപ്പെട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആ വഞ്ചിയുടെ ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് there was a little bed that was pegged on one of those pieces of the boat. ആ വഞ്ചിയുടെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കിളി ഇരിക്കുന്ന ഒരു പടവും ഈ കലാകാരൻ വരച്ചു. The piece was busy floating. The waves were still there. ഈ വഞ്ചി കിടന്ന് ഈ കടലിൽ കിടന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരമാലകളിൽ കിടന്ന് ആടി ഉലയുന്ന ഒരവസ്ഥ. The struggles of life were still there in the sea. ഈ ജലത്തിലാണെന്ന് വരികില് ഈ വെള്ളം ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അവിടെ ജീവന്റെ അംശങ്ങളൊക്കെയും ദർശിപ്പാൻ സാധിക്കും. But the bed was floating using this piece of wood and living life in the middle of these waves and sea. ഈ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഈ വഞ്ചി എന്ന് പറയുന്നത് വെള്ളത്തിന് മുകളിൽ താണു പോകാതെ ഇങ്ങനെ സ്വച്ഛമായിട്ട് ആടി ഉലഞ്ഞാണെങ്കിലും മുകളിൽ കൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. It was like it was singing that old age hymn of the church. ഇവിടെ ഇരുന്ന ഈ ഉലയുന്നതാളുള്ള വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ഈ കൊച്ചു കിളിയുണ്ടല്ലോ, ഈ കിളിയുടെ വായ് പിളർത്തി ഇത് ചില പാട്ട് പാടുന്നതായിട്ടാണ് ആ ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. Rock of all ages, cleft for me, let me hide myself in thee. ഈ കലാകാരൻ ഒരു പക്ഷേ ഈ പക്ഷിയെ കൊണ്ട് പാടിപ്പിക്കുന്ന പാട്ട് പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്നുള്ള പാട്ടായിരിക്കാം. That's what it means to be part of the alternative community. ഇതാണ് ഈ വ്യത്യസ്ത സമൂഹത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം എന്ന് പറയുന്നത്. It doesn't mean that the storms are going to be over. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം കാറ്റും കോളും തിരമാലയും ഒക്കെ ഉണ്ടാകും. It doesn't mean that life is going to be perfect. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. It doesn't mean that there will be no storms to face us. ഇനിയും നമുക്ക് നേരിടുവാനായിട്ട് കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായിട്ടുള്ള ആ ചുഴലിയോ ഒക്കെ ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. But blessed are those who are part of the alternative community. എന്നാൽ ഈ വ്യത്യസ്തമായ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. For whether they are mourning, നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ അല്ലെങ്കിൽ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. whether they are being persecuted, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. whether they are poor, നിങ്ങൾ പട്ടിണി അനുഭവിക്കുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. God shall be their rock and strength. നിങ്ങൾക്ക് പാറയായി, ഉറച്ച പാറയായി ദൈവം നിങ്ങളോട് കൂടെ അവിടെ ഉണ്ട്. He shall be their God and they shall be his people. നിങ്ങൾക്ക് ഉറച്ച പാറയായി ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ആ ദൈവത്തിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും. And like the African Americans, they will be able to sing this song. അതുകൊണ്ടാണ് ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളൊക്കെ ഈ പാട്ടുകളൊക്കെ പാടുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. We shall overcome. ഞങ്ങൾ വീണ്ടും ജീവിക്കും. We shall overcome. ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. We shall overcome. ഞങ്ങൾ അതിജീവിക്കും. Someday, ഒരു ദിവസം deep in my heart and my soul, എന്റെ ഹൃദയാന്തർഭാഗത്ത്, എന്റെ I മനസ്സിന്റെ do ഉള്ളിൽ believe, ഞാൻ തീർച്ചയായിട്ടും no matter വിശ്വസിക്കുന്നു, how the weather is, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ എന്നുള്ളതിനെ എനിക്ക് we പ്രശ്നമല്ല. shall overcome ഞങ്ങൾ someday. ഇതിനെയൊക്കെയും In the അതിജീവിക്കും. name of the Father and of the Son and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും Amen. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സമർപ്പണത്തിൻ സമയമിതാ.